സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 4 ലക്ഷത്തിന് മുകളിൽ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ചൂടുകാലമായതിനാൽ പ്രത്യേക ക്രമീകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. SSLC പരീക്ഷ പ്രയാസകരമാകുമെന്ന പ്രചാരണത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനം വീണ്ടും ഒരു പരീക്ഷാകാലത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് SSLC പരീക്ഷ തുടങ്ങും. നാളെ +2 പരീക്ഷ തുടങ്ങും. 4 ലക്ഷത്തിലധികം കുട്ടികൾ SSLC എക്സാം എഴുതുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കൂടെയുള്ളത്. മിനിസ്റ്ററെ, പരീക്ഷ എത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം? പരീക്ഷ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് SSLCയുടെ കുട്ടികൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തെറ്റായ ഒരു വാർത്ത കുറേ പേടിയുണ്ടാക്കിയിട്ടുണ്ട്. പരീക്ഷ വലിയ കടുപ്പമായിരിക്കും പരീക്ഷ എഴുതാൻ എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ വിരട്ടി ചില ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗൗരവമായിട്ട് എടുക്കുകയും പോലീസിനൊക്കെ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പെട്ടെന്ന് അവസാനിച്ചു. ആകെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ സെൻറ്റേഴ്സിലെ പരീക്ഷ മാറ്റിവെച്ചു. കാരണം ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെൻറ്ററിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികൾ ഗൾഫിൽ അച്ഛനും അമ്മയും കാണാനും പറ്റുമോ പോയ കുറേ കുട്ടികളുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ നിവർത്തിയില്ല, ഇവിടെ ഒന്ന് പരീക്ഷ എഴുതാൻ നിവർത്തിയില്ല. അവർക്കും ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, അപ്പോൾ ഇനി പരീക്ഷാകാലമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പരീക്ഷകൾ തീർക്കണം. കുട്ടികളൊക്കെ ആത്മവിശ്വാസത്തിലായിരിക്കും. ഈ പരീക്ഷകൾ പ്രയാസകരമാവും എന്നുള്ള ഒരു പ്രചാരണത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനും വേണ്ട. കീർത്തന, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. കുറച്ചു കാലമായി പരീക്ഷ അത്ര പ്രയാസത്തിലല്ല എന്നാണ് പൊതു അഭിപ്രായം. അത് തന്നെയായിരിക്കും ഇത്തവണ എന്ന സൂചനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നത്. ഇവിടെ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിലേക്ക് കടക്കുന്നത്. ഇന്ന് SSLC പരീക്ഷയും 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും ഇന്ന് തുടങ്ങും. രാവിലെയാണ് SSLC പരീക്ഷ. ഉച്ചയ്ക്ക് ശേഷം 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ. ഈ മാസം 30 വരെയാണ് പരീക്ഷ നീണ്ടു നിൽക്കുക. നാളെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ തുടങ്ങും. അത് 28-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുക. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം 7-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 3ാമത്തെ ആഴ്ച ഫലം പ്രസിദ്ധീകരിക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അതായത് ആ മെയ് മാസം 3ാമത്തെ ആഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഷ്ട്രീയക്കാർ അവരുടെ റിസൾട്ടിന് വേണ്ടി, അവരുടെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാഴ്ചയായിരിക്കും മെയ് മാസം 3ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. ആ ആഴ്ച തന്നെ വിദ്യാർത്ഥികൾ SSLC ഫലത്തിനും കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതാണ്ട് രണ്ടും കൂടി ഒരുമിച്ച് അടുത്തടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നല്ല ചൂടാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഓരോ സ്കൂളുകളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കീർത്തന, പരീക്ഷകൾ ശരി. റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പരീക്ഷ എന്നാൽ പേടിപ്പിക്കുന്നതാണെന്നൊക്കെയുള്ള ഒരു പണ്ടുകാലത്തെ ചിന്താഗതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവരാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും, പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ നേരുകയാണ്.